യേശു കർത്താവ് അവരോട്, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. യോഹന്നാൻ 6 അപ്പവർദ്ധനയും യേശു കർത്താവ് വെള്ളത്തിൻ്റെ മീതെ കടലിൻ്റെ മീതെ നടക്കുന്ന അത്ഭുതത്താലും നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷെ കർത്താവ് പറയുകയാണ്, ഈ വിസ്മയത്തേക്കാൾ വലിയൊരു അടയാളം ഇതിൻ്റെ പിന്നിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 14 മർക്കോസ് 6 ലൂക്കായുടെ സുവിശേഷം 9 ഈ ഭാഗം അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ അധ്യായത്തിൽ 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെ, 12 കൊട്ട മിച്ചമെടുത്തതുപോലെ, വേറൊരു പ്രാവശ്യം 7 അപ്പം 4000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്ത് 7 കൊട്ട മിച്ചമെടുക്കുന്ന സംഭവവും പരാമർശിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഈ നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി മാത്രമല്ലാതെ നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവം അയച്ചവനിൽ വിശ്വസിക്കണം. അപ്പോൾ അവർ ചോദിക്കും, നീ എന്തടയാളം ചെയ്യുന്നു? മോശെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നു, സ്വർഗത്തിൽ നിന്ന് അവർക്ക് തിന്നാൻ അപ്പം കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോഴാണ് യേശു പറയുന്നത്, മോശയല്ല സ്വർഗത്തിൽ നിന്നുള്ള അപ്പം തന്നത്, എൻ്റെ പിതാവാണ്. സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് പിതാവാണ്. അത് ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്ന. പറയാൻ കാര്യം, പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചല്ലോ. തിന്നുന്നവർ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം അത് ഞാനാണ് ജീവന്റെ അപ്പം. യേശു കർത്താവും ശിഷ്യന്മാരുമായിട്ട് വഞ്ചിയിൽ പോകുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട്, ഈ സദൂക്യരുടെയും പരീശന്മാരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചോണം. അപ്പോൾ ശിഷ്യന്മാർ ഓർത്ത് ഈ അപ്പത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്, നമ്മൾ അപ്പം എടുക്കാൻ മറന്നുപോയല്ലോ. അപ്പോൾ യേശു പറഞ്ഞു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ 5 അപ്പം 5000 പേർക്ക് നുറുക്കിയിട്ട് എത്ര മിച്ചം ഉണ്ടായിരുന്നു? 12. 7 അപ്പം 4000 പേർക്ക് നുറുക്കിയിട്ട് എത്ര മിച്ചം ഉണ്ടായിരുന്നു? 7. ഇപ്പോഴും മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് മനസ്സിലായി, അപ്പത്തെക്കുറിച്ചല്ല പറഞ്ഞത്, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശത്തെ സൂക്ഷിക്കാനാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അപ്പവർദ്ധന ഒരു ഉപദേശമാണ്, വെള്ളത്തിൻ്റെ മീതെ നടന്നത് ഒരു ഉപദേശമാണ്. കാരണം മോശ തന്ന അപ്പം അത് മന്നയല്ല, തിന്ന മന്നയല്ല, മരുഭൂമിയിൽ കൊടുത്തനായ പ്രമാണമാണ്. യേശു കൊടുക്കുന്ന അപ്പം നിങ്ങൾ തിന്ന ഈ യവത്തപ്പവോ അത് വർദ്ധിപ്പിച്ചതോ അല്ല, പുതിയ നിയമത്തിന്റെ ജീവമൊഴികളാണ്. മോശയുടെ അപ്പം തിന്നവൻ മരിച്ചു, അവർ മരുഭൂമിയിൽ വീണുപോയി, വാഗ്ദത്ത ദേശത്ത് കടന്നില്ല. എന്നാൽ ഈ അപ്പം തിന്നുന്നവൻ മരിക്കുകയില്ല, അവൻ നിത്യജീവൻ കാണും. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഗജാന്തരമല്ലേ? ഒന്ന് തിന്നാൽ മരിക്കുന്ന അപ്പം, ഒന്ന് തിന്നാൽ ജീവിപ്പിക്കുന്ന അപ്പം. ജീവന്റെ അപ്പമായ യേശു കർത്താവ് പാപത്തെ ജയിക്കാനുള്ള ശക്തി തരുന്ന അപ്പം, മരണത്തെ ജയിപ്പിക്കുന്ന അപ്പം. ജോബിന്റെ പുസ്തകത്തിലൊരു വചനമുണ്ട്, നാശവും ക്ഷാമവും കണ്ട് ഞാൻ ചിരിക്കുവന്ന്. ആരാ ചിരിക്കുന്നത്? യേശുവിന്റെ ശിഷ്യന്മാര്. ക്ഷാമമാണ്. കർത്താവ് പറഞ്ഞു, എത്രയുണ്ട് കയ്യില്? 5 അപ്പയുള്ള കർത്താവ്, 5000 പേര്. ഇങ്ങിതാ മറുവശത്ത് നാശം, വഞ്ചി മുങ്ങാൻ പോകുന്നു, കൊടുങ്കാറ്റ്, കടല് കോപിച്ചു. എന്താ പോകാൻ വഴി? ഒരു പോകാൻ വഴിയില്ല. രാത്രി സമയം കടലിന്റെ മീതെ നടക്കുന്നത് സ്വപ്നത്തിൽ പോലും കാണുകയില്ല. കർത്താവ് പറയുന്നത്, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പോകാൻ വഴിയുണ്ട്. ഏത് ക്ഷാമത്തിലും ഞാൻ പുലർത്തും, യേശുവിൻ്റെ വചനം പുലർത്തും. ഏത് കഷ്ടത്തിലും നാശത്തിലും യേശുവിൻ്റെ വചനം ആശ്വാസം തരും. യേശു ഒരിക്കൽ ചോദിച്ചു ശിഷ്യന്മാരോട്, എന്നെക്കുറിച്ച് ഈ നാട്ടുകാരൊക്കെ എന്താ പറയുന്നത്? ചിലർ സ്നാപക യോഹന്നാൻ വീണ്ടും ഉയർത്തുമെന്ന് പറയുന്നു, ചിലർ പറയുന്നു നീ ജെറമിയാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു നീ ഏലിയാവാണെന്ന് പറയുന്നു. നിങ്ങളെന്ത് പറയുന്നു? പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, ബറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഇവിടെ തന്നെ യേശു പറഞ്ഞു, എൻ്റെ പിതാവാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം തരുന്നത്. ഇന്ന് പുതിയ നിയമസഭയിലെ ഓരോ വിശ്വാസിക്കും സ്വർഗത്തിൽ നിന്നുള്ള അപ്പം റിസീവ് ചെയ്യാം വിശ്വാസത്താൽ. എഴുതപ്പെട്ട വചനം ധ്യാനിച്ച് സ്വർഗത്തിലെ അപ്പം റിസീവ് ചെയ്യാം, പ്രാർത്ഥനാ മുറിയിൽ പ്രാപിക്കാം. എന്താ ഗുണം? ദൈവരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിക്കപ്പെടും. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അതുകൊണ്ട് പഴയ പുളിമാവ് കൊണ്ടല്ല, സത്യവും സ്വച്ഛതയുമുള്ള പുതിയ മാവ് കൊണ്ട് ഉത്സവം ആചരിക്കുക. ദുഷ്ടതയും തിന്മയുടെയും പഴയ പുളിമാവുണ്ടല്ലോ, ന്യായപ്രമാണം ഇടയിൽ കയറി വന്നു, അതുകൊണ്ട് പാപം പെരുകി. ആ പുളിമാവ് നീക്കിക്കള. സത്യവും സ്വച്ഛതയും, ദൈവത്തിന്റെ സത്യമാണിത്.
5000 പേർക്ക് 5 അപ്പം മതിയോ? ലോകം പറയും പറ്റില്ല. ദൈവം പറയുന്നു അതാണ് സത്യം, അതാണ് എൻ്റെ സത്യം. ഞങ്ങൾ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ കാറ്റിൽ മുങ്ങിത്താഴാൻ പോകുന്നു, അതാണ് ഞങ്ങളുടെ സത്യം. നീ എന്ത് പറയുന്നു? വെള്ളത്തിൻ്റെ മീതെ നടന്ന് വന്ന് ശാന്തമാക്കുന്നത്, നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നതാണ് എൻ്റെ സത്യം. സത്യവും സ്വച്ഛതയുമാകുന്ന പുതിയ മാവ് കൊണ്ട് ഉത്സവം ആചരിക്കുക. 100 വയസ്സ് വരെ മക്കളില്ലാതെ നടന്നവൻ, അവനെ ബഹുജാതികൾക്ക് പിതാവാക്കി ഈ സത്യം. യൗവനത്തിൽ യാഗമാകാൻ ഏൽപ്പിച്ചു കൊടുത്തവൻ, അവൻ ഭാവികാലം സംബന്ധിച്ച് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നവനാക്കി. എനിക്ക് ഭാവിയില്ല, എൻ്റെ യൗവനത്തിൽ തീർന്ന് യാഗമൃഗമാകാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന ഇസഹാക്ക് വാർദ്ധക്യത്തിൽ തൻ്റെ മക്കളെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ചേട്ടനെ പേടിച്ചോടിയ ദുർബലനായ കൂടാരവാസിയായ സൗമ്യനായ ഒരുത്തൻ, അവൻ ദൂതനെ പിടിച്ചു നിർത്താൻ തക്കവണ്ണം കരുത്തനാക്കി ഈ സത്യം. അപ്പോൾ യേശു പറഞ്ഞു, ഈ അപ്പം തിന്നാൽ ഒരു ഗുണമുണ്ട്, വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. വേറെ ഏതപ്പം നിങ്ങൾ തിന്നെന്ന് പറഞ്ഞാലും വിശക്കും ദാഹിക്കും. പാപത്തിൻ്റെ വിശപ്പും ദാഹവും തീർക്കുന്ന അപ്പം യേശുവിൻ്റെ സ്പോക്കൺ വേർഡ് റേമ, അരുളപ്പാട്. ദാഹവും വിശപ്പും ശമിപ്പിക്കുന്ന കർത്താവിൻ്റെ പുതിയ നിയമം വചനം. അതുകൊണ്ട് നിങ്ങൾ ഉത്സവം ആചരിക്കുക. ഓരോ കോട്ടേജ് മീറ്റിങ്ങും സഭായോഗവും കൺവെൻഷനുകളും ക്രിസ്തുവിൽ ഉത്സവമാകട്ടെ. ജീവനിൽ നിന്ന് ജീവനിലേക്ക് അത് നമ്മളെ നടത്തട്ടെ. നമ്മുടെ ഭാഗത്തുനിന്ന് ഇതിൽ വരേണ്ട സ്റ്റെപ്പ് എന്താണ്? അത് തുടക്കത്തിലേ പറയണ്ട. ഇവിടെ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പം ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ? അത് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ദൈവരാജ്യത്തെ ഒരു ശിശു എന്ന പോലെ സമീപിക്കണം. അതിൽ വിഷമിക്കാനൊന്നുമില്ല. കർത്താവിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ ദൈവം അതിലോട്ടാണ് നടത്തുന്നത്. ചിലപ്പോൾ ഇത്തിരി ടൈം എടുത്തെന്ന് വരാം, ടൈം എടുത്തില്ലെന്നും വരാം. അത് നടത്തുന്നവൻ നടത്തപ്പെടുന്നതിന് സഹകരിക്കുന്നവനും അതുപോലെ ഇരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, അവൻ എത്തിക്കും. കാരണം അവൻ എത്തിക്കണമെന്നുള്ളത് അവൻ ഏൽപ്പിച്ചവൻ്റെ ആഗ്രഹമാണ്. എനിക്ക് തന്നതിലൊന്നും നഷ്ടമാകാതെ സൂക്ഷിക്കണമെന്നാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. 2, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം. 2 ഇഷ്ടമാണ് പിതാവിൻ്റെ ഇഷ്ടം. 1, പുത്രനെ നോക്കിക്കൊണ്ട് വിശ്വസിക്കുന്ന നമുക്ക് നിത്യജീവൻ ഉണ്ടാകണം. 2, നമ്മുടെ ഉത്തരവാദിത്തമല്ല, അത് കർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. കർത്താവിനെ ഏൽപ്പിച്ചവരെ ഒന്നും കളയാതെ എല്ലാവരും ഉയർപ്പിക്കണമെന്നുള്ളതാണ് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തവൻ്റെ ഇഷ്ടം. കണ്ടോ, നമ്മുടെ രക്ഷയിൽ കർത്താവിൻ്റെ ഉത്തരവാദിത്തം കണ്ടോ, പിതാവിൻ്റെ ഉത്തരവാദിത്തം കണ്ടോ. അപ്പോൾ 5 അപ്പം 2 മീൻ വർധനവിൻ്റെ 2 അർത്ഥങ്ങൾ. 1, പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ക്ഷാമം അത് മാറ്റും, നമ്മുടെ നാശം അത് നീക്കും. 2, ഒരു നിത്യജീവൻ, പൈസ കൊടുത്താൽ കിട്ടാത്തത്, ലോകത്തിൻ്റെ സകല സമ്പത്തും കൊടുത്താലും കിട്ടാത്ത നിത്യജീവൻ, ദൈവത്തോടുകൂടെയുള്ള യേശുവിനോടുകൂടെയുള്ള വാസം. അത് കർത്താവിൻ്റെ അരുളപ്പാടിനാൽ നമുക്ക് കിട്ടും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ, മാനിക്കട്ടെ. ആമേൻ.